to IET English Learning Club. എപ്പിസോഡ് 20 20-ാം ദിവസം. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിന്റെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാൻ 30 ദിവസം കൊണ്ട് സാധ്യമാകും എന്നാണ്, അല്ലേ? അതെ. സംഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ചോദ്യവും ഉത്തരവുമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കാം, അതിനുത്തരം എങ്ങനെ പറയാം എന്നത് വിശദമായി പരിശോധിക്കാം. എന്താ? ശരി, നോക്കാം. അതായത് ഈ നിത്യജീവിതത്തിൽ നമ്മൾ പല പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരുന്ന ചോദ്യ സംഭാഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ സംഭാഷണം പല പ്രാവശ്യം വായിച്ചു നോക്കി എന്നിട്ട് സന്ദർഭം അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തി സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം, കേട്ടോ? അതെ, കാരണം ചോദ്യങ്ങളെല്ലാം ഒരുപോലെ ആകണമെന്നില്ല, അതനുസരിച്ച് ഉത്തരങ്ങൾ ലഭ്യമാകുകയും വേണം, അല്ലേ? അതെ. നമുക്ക് ആദ്യം ഒരു ഉദാഹരണം നോക്കിയാലോ? നമ്മൾ സാധാരണ എപ്പോഴും ആദ്യം ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ്, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്ത് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അതെ. അതിന്റെ ഉത്തരം എങ്ങനെ പറയും? പേരെന്തോ ആവാം. ഇപ്പൊ ഞാൻ മൈ നെയിം ഈസ് സിന്ധു. എന്റെ പേര് സിന്ധു എന്നാകുന്നു, അല്ലേ? അതെ. അടുത്ത ചോദ്യമോ? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സായി എന്ന് സാധാരണ ചോദിക്കുന്നതാണ് ഹൗ ഓൾഡ് ആർ യു എന്ന് ഉപയോഗിക്കുന്നത്, അല്ലേ? ഉത്തരം എന്താണ്? ഐ ആം 16 years old. എനിക്ക് 16 വയസ്സായി. അതാണ് ഉത്തരം. ഇനി വേറൊരു രീതിയിലും ചോദിക്കാം, വാട്ട് ഈസ് യുവർ ഏജ്? നിന്റെ വയസ്സ് എത്ര? അപ്പോൾ ഉത്തരം മൈ ഏജ് ഈസ് 16. എന്റെ വയസ്സ് 16 അങ്ങനെ പറയണം. അതെ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ്? വിച്ച് ഉപയോഗിച്ചുള്ള ചോദ്യമാണ്, അല്ലേ? നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എങ്ങനെ പറയും? ഐ ആം സ്റ്റഡിയിങ് ഇൻ 10th standard. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നർത്ഥം. ഇനി വേറെ ചേർത്ത് ഒരു ചോദ്യം ചോദിക്കൂ. വേർ ആർ യു പുട്ട് അപ്പ്? നീ എവിടെ പാർക്കുന്നു, എവിടെ താമസിക്കുന്നു എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നതാണ് വേർ ആർ യു പുട്ട് അപ്പ്. വി ആർ പുട്ട് അപ്പ് അറ്റ് മദ്രാസ്. ഞങ്ങൾ മദ്രാസിൽ താമസിക്കുന്നു അല്ലെങ്കിൽ മദ്രാസിൽ പാർക്കുന്നു എന്നർത്ഥം, അല്ലേ? ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്നു, അല്ലേ? ഐ ഹാവ് 3 brothers. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. ഇനി നമുക്ക് ഹാവ് ചേർത്ത് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? അതായത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഹാവ് യു സിസ്റ്റേഴ്സ്? നിനക്ക് സഹോദരിമാരുണ്ടോ? നോ, ഐ ഹാവ് നോ സിസ്റ്റേഴ്സ്. ഇല്ല, എനിക്ക് സഹോദരിമാരില്ല. ഇനി നമുക്ക് ഹൂ ചേർത്തിട്ട് ഉള്ള ചോദ്യമായാലോ? ഹൂ ഈസ് യുവർ ഫാദർ? നിന്റെ അച്ഛൻ ആരാണ്? മൈ ഫാദർ ഈസ് വി മാത്യു. എന്റെ അച്ഛൻ വി മാത്യു ആണ്. വാട്ട് ഈസ് ഹി? അദ്ദേഹത്തിന്റെ ജോലി എന്ത്? വാട്ട് ഈസ് ഹി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം മൈ ഫാദർ ഈസ് എൻ എഞ്ചിനീയർ. എന്റെ അച്ഛൻ ഒരു എഞ്ചിനീയർ ആണ്. ഇനി വാട്ട് ബ്രോട്ട് യു ഹിയർ? നീ ഇവിടെ എന്തിനു വന്നു? അപ്പോൾ അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ മറുപടി പറയുന്നത്? ഐ ഹാവ് കം ടു സീ മൈ ഓൺ ഹിയർ. ഞാൻ എന്റെ അമ്മായിയെ കാണുവാനാണ് ഇവിടെ വന്നത്. അടുത്തത്, വാട്ട് ഡു യു വാണ്ട് ടു സീ ഹിയർ? നീ ഇവിടെ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു? ഐ വോണ്ട് ടു സീ ഹിയർ ദ മ്യൂസിയം. ഞാൻ ഇവിടെ കാഴ്ച ബംഗ്ലാവ് കാണാനാണ് ആഗ്രഹിക്കുന്നത്. വെൻ ഡു യു മീൻ ടു ഗോ? നീ എപ്പോൾ പോകുവാൻ ഉദ്ദേശിക്കുന്നു? ഐ മീൻ ടു റിട്ടേൺ ദി നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ്. ഞാൻ അടുത്ത ദിവസം തന്നെ മടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഹൗ ഡു യു ഡു? നിനക്ക് സുഖമാണോ? ഇത് സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണല്ലേ? ഐ എം ക്വൈറ്റ് വെൽ, താങ്ക് യു. നന്ദി, എനിക്ക് പരിപൂർണ സുഖമാണ്. ഇനി അടുത്തത്, വെൻ. വെൻ ഡസ് ദ സൺ റൈസ്? സൂര്യൻ എപ്പോൾ ഉദിക്കുന്നു? ദ സൺ റൈസസ് ഇൻ ദ മോർണിംഗ്. സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നു. വെൻ ഡസ് ഇറ്റ് സെറ്റ്? അതെപ്പോൾ അസ്തമിക്കുന്നു? ഇറ്റ് സെറ്റ്സ് ഇൻ ദി ഈവനിംഗ്. അത് സന്ധ്യാനേരത്ത് അസ്തമിക്കുന്നു. വേർ ഡസ് ഇറ്റ് റൈസ്? അതെവിടെ ഉദിക്കുന്നു? ഇറ്റ് റൈസസ് ഇൻ ദ ഈസ്റ്റ്. അത് കിഴക്ക് ഉദിക്കുന്നു. വേർ ഡസ് ഇറ്റ് സെറ്റ്? അത് എവിടെ അസ്തമിക്കുന്നു? ഇറ്റ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. വാട്ട് ഡസ് ദ സൺ ഗീവ് അസ്? സൂര്യൻ നമുക്ക് എന്ത് തരുന്നു? ഇറ്റ് ഗീവ്സ് us ഹീറ്റ് ആൻഡ് ലൈറ്റ്. പകൽ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു.
വാട്ട് കളർ ഈസ് സ്കൈ? ആകാശം എന്ത് നിറമാണ്? ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീല നിറമാണ് ചിലപ്പോഴൊക്കെ, അല്ലേ? അടുത്തത്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഗ്രാസ്? പുല്ലിന്റെ നിറം എന്താണ്? ദ കളർ ഓഫ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. പുല്ലിന്റെ നിറം പച്ചയാണ്. അടുത്തത്, വാട്ട് ഈസ് എ ബുക്ക് മെയ്ഡ് ഓഫ്? പുസ്തകം എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു? എ ബുക്ക് ഈസ് മെയ്ഡ് ഓഫ് പേപ്പർ. പുസ്തകം കടലാസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഹൂ മേക്സ് ദ ടേബിൾ? ആരാണ് മേശ ഉണ്ടാക്കുന്നത്? ദ കാർപ്പൻറ്റർ മേക്സ് ദ ടേബിൾ. ആശാരിയാണ് മേശയുണ്ടാക്കുന്നത്. ഹൗ ഡു യു വാക്ക്? നിങ്ങൾ എങ്ങനെ നടക്കുന്നു? ഐ വാക്ക് വിത്ത് മൈ ലെഗ്സ്. ഞാൻ കാലുകൊണ്ട് നടക്കുന്നു. വാട്ട് ആർ യുവർ ഐസ് ഫോർ? നിന്റെ കണ്ണുകൾ എന്തിനു വേണ്ടിയാണ്? മൈ ഐസ് ആർ ടു സീ വിത്ത്. എൻ്റെ കണ്ണുകൾ കാണുന്നതിനായിട്ടുള്ളതാണ്. ഹാവ് യു ഗോട്ട് എ ഡോഗ് അറ്റ് ഹോം? നിന്റെ വീട്ടിൽ നായയുണ്ടോ? യെസ്, ഐ ഹാവ് എ ഡോഗ് അറ്റ് ഹോം. അതെ, എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു നായയുണ്ട്. ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക്? ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? There are 7 days in a week. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഹൗ മെനി ഹോൺസ് ഹാസ് എ ഹോഴ്സ്? കുതിരയ്ക്ക് എത്ര കൊമ്പുണ്ട്? Horse has no horn. കുതിരയ്ക്ക് കൊമ്പില്ല എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. കുതിരയ്ക്ക് കൊമ്പും അട്ടയ്ക്ക് കണ്ണും കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലു കൂടിയുണ്ട്. അതെ അതെ, നമ്മൾ കുസൃതി ചോദ്യത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്താറുണ്ട്. അതെ. ഇനി, വാട്ട് ഡസ് ദ കൗ ഈറ്റ്? പശു എന്ത് തിന്നുന്നു? The cow eats grass and straw. പശു പുല്ലും വൈക്കോലും തിന്നുന്നു. വിച്ച് ഇസ് ദ ബിഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്? കരയിൽ വെച്ച് ഏറ്റവും വലിയ മൃഗം ഏതാണ്? ഇത് ഒരു ക്വിസ് ക്വസ്റ്റ്യൻ പോലെ ഉണ്ടല്ലോ. എലിഫന്റ് ഈസ് ദി ബിഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ആനയാണ് കരയിലുള്ളതിൽ ഏറ്റവും വലിയ മൃഗം. ഡു യു പ്ലേ ഗെയിംസ്? നിങ്ങൾ കളിക്കാറുണ്ടോ? യെസ്, വി പ്ലേ ഗെയിംസ് എവറി ഡേ. അതെ, ഞങ്ങൾ ദിവസവും കളിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ക്യാൻ യു സ്വിം? നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? നോ, ഐ കോണ്ട് സ്വിം. ഇല്ല, എനിക്ക് നീന്താൻ കഴിയില്ല, അല്ലെങ്കിൽ അറിയില്ല. വേർ ഡു മങ്കീസ് ലിവ്? കുരങ്ങന്മാർ എവിടെ പാർക്കുന്നു? മങ്കീസ് ലിവ് ഓൺ ട്രീസ്. കുരങ്ങന്മാർ വൃക്ഷങ്ങളിൽ പാർക്കുന്നു. വെൻ ഡു യു പ്ലേ ഗെയിംസ്? നിങ്ങൾ എപ്പോഴാണ് കളിക്കുന്നത്? വി പ്ലേ ഗെയിംസ് ഇൻ ദി ഈവനിങ്. ഞങ്ങൾ വൈകുന്നേരമാണ് കളിക്കാറുള്ളത്. വാട്ട് ആർ ഗെയിംസ് ഡു യു പ്ലേ? നിങ്ങൾ എന്തെല്ലാം കളികളാണ് കളിക്കുന്നത്? വി പ്ലേ ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ആൻഡ് വോളിബോൾ. ഞങ്ങൾ ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, വോളിബോൾ മുതലായവ കളിക്കുന്നു. വാട്ട് ആർ ഷൂസ് ഫോർ? അതായത് ചെരുപ്പ് കൊണ്ടുള്ള ഉപയോഗം എന്ത്? ഷൂസ് ആർ ഫോർ വെയറിംഗ് ഓൺ അവർ ഫീറ്റ്. ചെരുപ്പ് കാലിൽ ഇടുവാനുള്ളതാണ്. നെയിം ദ ഡേയ്സ് ഓഫ് ദ വീക്ക്. ആഴ്ചയിലെ ദിവസങ്ങളുടെ പേര് പറയുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആർ ദി 7 days ഓഫ് ദ വീക്ക്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നിവയാണ് ആഴ്ചയിലെ 7 ദിവസങ്ങൾ. വിച്ച് ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ? ചൊവ്വാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസം ഏതാണ്? വെനസ്ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ. ചൊവ്വായ്ക്ക് ശേഷം ബുധനാണ് വരുന്നത്. വിച്ച് ഡേ കംസ് ബിഫോർ സൺഡേ? ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഏത് ദിവസമാണ്? സാറ്റർഡേ കംസ് ബിഫോർ സൺഡേ. ഞായറാഴ്ചയ്ക്ക് മുൻപ് ശനിയാഴ്ചയാണ്. ഡു യു നോ ഹിന്ദി? നിനക്ക് ഹിന്ദി അറിയാമോ? നോ, ഐ ഡോണ്ട് നോ ഹിന്ദി. ഇല്ല, എനിക്ക് ഹിന്ദി അറിയില്ല. ക്യാൻ യു ലേൺ ഹിന്ദി? നിനക്ക് ഹിന്ദി പഠിക്കാമോ? യെസ്, ഐ ക്യാൻ. അതെ, എനിക്ക് ഹിന്ദി പഠിക്കാൻ കഴിയും. ഈസ് ദർ സ്കൂൾ ഓൺ സൺഡേ? ഞായറാഴ്ച സ്കൂളുണ്ടോ? നോ, ദർ ഇസ് നോ സ്കൂൾ ഓൺ സൺഡേ. ഇല്ല, ഞായറാഴ്ച സ്കൂളില്ല. വെൻ ഡു യു ഗോ ടു ബെഡ്? നീ എപ്പോൾ ഉറങ്ങാൻ പോകുന്നു? ഐ ഗോ ടു ബെഡ് അറ്റ് 9 o'clock at night. ഞാൻ രാത്രി 9 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. വെൻ ഡു യു ഗെറ്റ് അപ്പ്? നിങ്ങൾ എപ്പോൾ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ഉണരുന്നു? ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ഉണരുന്നു. വാട്ട് ഈസ് എ വിൻഡോ ഫോർ? ജനൽ കൊണ്ടുള്ള ഉപയോഗം എന്ത്?
എ വിൻഡോ ഈസ് ടു ലെറ്റ് ഇൻ എയർ ആൻഡ് ലൈറ്റ്. ജനൽ കാറ്റും വെളിച്ചവും കടക്കുവാൻ വേണ്ടിയുള്ളതാണ്. വിത്ത് വാട്ട് ഡു ബേർഡ്സ് ഫ്ലൈ? പക്ഷികൾ എന്തുപയോഗിച്ചു പറക്കുന്നു? ബേർഡ്സ് ഫ്ലൈ വിത്ത് ദെയർ വിങ്സ്. പക്ഷികൾ ചിറകുകൾ കൊണ്ട് പറക്കുന്നു. വാട്ട് ഈസ് എ ഡോർ ഫോർ? വാതിൽ കൊണ്ടുള്ള ഉപയോഗം എന്ത്? എ ഡോർ ഈസ് ടു ലെറ്റ് us ഇൻ ആൻഡ് ഔട്ട്. വാതിൽ നമുക്ക് അകത്തേക്കും പുറത്തേക്കും പോകുവാൻ വേണ്ടിയാണ്. ഹു ലാൻഡഡ് ഓൺ ദ മൂൺ ഫസ്റ്റ്? ആരാണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്? ഇറ്റ്സ് ആംസ്ട്രോങ് ഹു ലാൻഡഡ് ഓൺ ദ മൂൺ ഫസ്റ്റ്. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആംസ്ട്രോങ് ആണ്. ഹു വെന്റ് ടു ദി സ്പേസ് ഫസ്റ്റ്? ബഹിരാകാശത്ത് ആരാണ് ആദ്യം പോയത്? യൂറി ഗഗാറിൻ വെന്റ് ടു ദ സ്പേസ് ഫസ്റ്റ്. യൂറി ഗഗാറിൻ ആണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയത്. ഇനി ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു ദി സ്പേസ്? ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? രാകേഷ് ശർമ്മ വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു ദി സ്പേസ്. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ. ഹു വാസ് അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ടു വിച്ച് കൺട്രി ഡു യു ബിലോങ്? നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്? ഐ ബിലോങ് ടു ഇന്ത്യ. ഞാൻ ഇന്ത്യക്കാരനാണ്. വാട്ട് ഈസ് യുവർ മദർ ടങ്? നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? മൈ മദർ ടങ് ഈസ് മലയാളം. എൻ്റെ മാതൃഭാഷ മലയാളമാണ്. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 200 രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം വെറും 99 രൂപയ്ക്ക് ലഭിക്കും. 9446178038 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ.